എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആ ഒരു സേ പരീക്ഷയിലും തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും, സേ പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് സേ പരീക്ഷ തോറ്റാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഈ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. അതായത് ഇപ്പോൾ സേ പരീക്ഷ തോറ്റിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയണം എന്നില്ല. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ +2ൻ്റെ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും പിന്നീട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാതിരിക്കും. അങ്ങനെ അവർ കുറേ വർഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് പിന്നീട് +2 എഴുതിയെടുക്കുന്നതിനായിട്ടൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിലവിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2025 വർഷത്തിൽ നടത്തുന്ന, അതായത് ജൂൺ മാസത്തിൽ നടത്തുന്ന ഈ ഒരു പരീക്ഷ നിങ്ങൾ തോൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു ജൂൺ മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികളോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ ഏത് പരീക്ഷയ്ക്കാണ് പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും പരീക്ഷ എഴുതി ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് നന്നായിട്ട് പഠിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുറേ വർഷം വെറുതെ ഇങ്ങനെ വേസ്റ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അങ്ങനെ നിങ്ങൾ തോൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പോളിടെക്നിക്കിലോ അല്ലെങ്കിൽ ITIയിലൊക്കെ അപേക്ഷിച്ച് നിങ്ങൾ ആ ഒരു കോഴ്സ് കൂടി എക്സ്ട്രാ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ കോഴ്സുകളോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 2025 ജൂൺ മാസത്തിൽ നടത്തുന്ന ഈ ഒരു സേ പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു 2025 ജൂൺ മാസത്തിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി എപ്പോഴാണ് അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവുക എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു വിദ്യാർത്ഥി +2ൻ്റെ, അതായത് +2 പബ്ലിക് എക്സാമിനേഷൻ ആദ്യമായിട്ട് പരീക്ഷ എഴുതി അതിനുശേഷം ഒരു വിദ്യാർത്ഥി തോൽക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പാസ്സാവേണ്ടതായിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഏകദേശം 6 വർഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ പരീക്ഷ എഴുതി ജയിക്കുന്നതിനായിട്ടുള്ള അവസരം നൽകാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ ആദ്യമായിട്ട് പരീക്ഷ എഴുതി അതിനുശേഷം തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കാനായിട്ട് ചെയ്യുന്ന ഓരോ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതുന്ന സമയത്ത്, അതായത് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പരീക്ഷ കൂടി എഴുതുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ നമ്പർ ഓഫ് ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി +2 പരീക്ഷ കഴിഞ്ഞു, അതിൽ തോറ്റു, അതിനുശേഷം +2 സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല, എന്നാൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചാൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്നു, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത നമ്പർ ഓഫ് ചാൻസ് 2 എന്നുണ്ടാവും. അപ്പോൾ അതിലും തോൽക്കുകയാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു നമ്പർ ഓഫ് ചാൻസ് 3 എന്നായിട്ട് മാറും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചാൻസ് നമ്പർ കൂടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ +2 പരീക്ഷ ജയിക്കാനായിട്ട് നന്നായിട്ട് പഠിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു +2ൻ്റെ സേ പരീക്ഷയിൽ തോറ്റ് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇതുവരെ +2ൻ്റെ പരീക്ഷയ്ക്ക്, അത് ഇപ്പോൾ നടക്കുന്ന +2ൻ്റെ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികളും എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ, അതായത് 2026 നടക്കുന്ന +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ, +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ, അതുപോലെ തന്നെ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റും അതുപോലെ പബ്ലിക് എക്സാമിനേഷനും ഒക്കെ ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഏത് മാസം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ പറയാൻ, ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട സംശയം ഉണ്ടായിരിക്കും, അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ എന്തിനാണ് ഇടുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം പറയാം. ഈ ഒരു DHSCയുടെ ഈ ഒരു ഓർഡർ എപ്പോഴാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ കൊല്ലവും ഓരോ മാസങ്ങൾ വ്യത്യസ്തമാക്കിയിട്ടാണ് ഈ ഒരു അപേക്ഷ ക്ഷണിക്കാറുള്ളത്. കാരണം ഇപ്പോൾ ഒരു വർഷം ഇപ്പോൾ സെപ്റ്റംബറിലാണ് അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ നവംബറിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഡിസംബറിലായിരിക്കും, ചിലപ്പോൾ ജനുവരിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിന് ശേഷം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും ഈ ഒരു +2 പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരുന്നത് ജനുവരി മാസത്തിലാണെന്ന് വിചാരിച്ച് കാത്തിരുന്നു. എന്നാൽ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നത് നവംബർ മാസത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെ അവർക്ക് ഒരു വർഷം വീണ്ടും നഷ്ടമാകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പരീക്ഷയുടെ രജിസ്ട്രേഷൻ വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ഏത് വെബ്സൈറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറും കാര്യങ്ങളൊക്കെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിവിടെ DHSCയുടെ പോർട്ടൽ കാണാൻ പറ്റും. അതായത് www.dhsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലാണ് സർക്കുലർ വരിക. അപ്പോൾ dhsc.kerala.gov.in എന്നോ അല്ലെങ്കിൽ dhsc.kerala.gov.in എന്നോ വിദ്യാർത്ഥികൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു DHSC വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ dhsc.kerala.gov
kerala.gov.in എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോട്ട് എന്നുള്ളത് എക്സ്ട്രാ ആയിട്ട് കൊടുത്തു പോയതാണോ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റാണ്, അതായത് www.dhsckerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റാണ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ +1 +2 എക്സാമിനേഷൻ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഏകദേശം ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് +1 ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയൊന്നും ഉണ്ടാവില്ല, അത് മാർച്ച് മാസത്തിലാണ്, അതായത് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് ഉണ്ടാവുക +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, അല്ലാതെ സെപ്റ്റംബർ മാസത്തിൽ നടത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത് കൊണ്ട് തന്നെ +1ൻ്റെയും +2ൻ്റെയും പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ്റെ കൂടിയായിരിക്കും ഈ ഒരു അപേക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഈ ഒരു +2ൻ്റെ സേ പരീക്ഷ എഴുതിയിട്ട് അതിലും ജയിക്കാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഈ ഒരു 2025 ജൂൺ മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അതായത് നിങ്ങൾ ഈ ഒരു +2ൻ്റെ സേ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട വിഭാഗം എന്ന് പറയുന്നത് കമ്പാർട്ട്മെൻ്റൽ വിഭാഗം എന്നുള്ളതാണ്. കമ്പാർട്ട്മെൻ്റ് വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ സേ പരീക്ഷയ്ക്ക് ശേഷവും ജയിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളെയാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലേക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ +2ൻ്റെ സേ പരീക്ഷയ്ക്ക് ശേഷവും, അത് നിങ്ങളിപ്പോൾ എത്ര സേ പരീക്ഷ എഴുതിയോ അല്ലെങ്കിൽ എഴുതാതിരിക്കുകയോ ചെയ്യുകയാണ്, +1 പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ കഴിഞ്ഞിട്ട് അതിന് ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു ആദ്യമായിട്ടുള്ള ആ ഒരു സേ പരീക്ഷയ്ക്ക് ശേഷവും ജയിക്കാനായിട്ട്, ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ പിന്നീട് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണ് വരിക. കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വിദ്യാർത്ഥികൾ +1നായിരിക്കും തോറ്റിട്ടുണ്ടാവുക, ചില വിദ്യാർത്ഥികൾ +2ൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും തോറ്റിട്ടുണ്ടാവുക, എന്നാൽ ചില വിദ്യാർത്ഥികൾ +1ലെയും +2ലെയും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് 2 വർഷ രജിസ്ട്രേഷനാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ വരിക. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് 225 രൂപ പെർ സബ്ജക്റ്റും അതുപോലെ തന്നെ 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, എന്തിനാണ് 80 രൂപ എന്ന് പറയുന്നത്? 80 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +1ൻ്റെയും +2ൻ്റെയും 2 വർഷ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ രജിസ്ട്രേഷൻ +1നും അതുപോലെ +2ൻ്റെ പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും, ഏത് മാസം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ രജിസ്ട്രേഷൻ്റെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരാഴ്ചയോളമാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ നിങ്ങൾ മുമ്പ്, അതായത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഏത് പരീക്ഷക്കാണോ രജിസ്ട്രേഷൻ ചെയ്തത്, ഏത് സ്കൂളിലാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത്, ആ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ നാട്ടിൽ ഇല്ല, ദൂരെയുള്ള സ്ഥലങ്ങളിലാണ്, കേരളത്തിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോയിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടി വരിക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 225 രൂപ പെർ സബ്ജക്റ്റാണ് വിദ്യാർത്ഥികൾക്ക് ഫീസ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷ രജിസ്ട്രേഷനാണ് വരിക. അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങളിപ്പോൾ +1ന് കെമിസ്ട്രിയാണ് തോറ്റതെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു +1ന് കെമിസ്ട്രി മാത്രമേ തോറ്റിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ +1ൻ്റെ കെമിസ്ട്രിക്ക് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് 225 രൂപയും അതുപോലെ തന്നെ 80 രൂപ, അതായത് 80 രൂപ എന്ന് പറയുമ്പോൾ +1ൻ്റെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റ് ആണ്, അതിന് വേണ്ടിയിട്ടാണ് 80 രൂപ. അപ്പോൾ +1 കെമിസ്ട്രി സബ്ജക്റ്റാണ്, ഈ ഒരു +1ൻ്റേത് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും നിങ്ങളുടെ +2ൻ്റെ കെമിസ്ട്രി പരീക്ഷ കൂടി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ +1ൻ്റെ കെമിസ്ട്രി ആണ് തോറ്റത്, അതുപോലെ തന്നെ +2ൻ്റെ ഫിസിക്സ് ആണ് തോറ്റിട്ടുള്ളത്, എന്നിങ്ങനെ ഉണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു +1ൻ്റെയും +2ൻ്റെയും കെമിസ്ട്രി പരീക്ഷയ്ക്ക്, അതായത് +1ൻ്റെ ആ ഒരു കെമിസ്ട്രി ഫിസിക്സ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ +2ൻ്റെ കെമിസ്ട്രി പരീക്ഷയ്ക്കും അതുപോലെ ഫിസിക്സ് പരീക്ഷയ്ക്കും ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. ഇനി ഇതിൻ്റെ പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ +1ൻ്റെ ഫിസിക്സ് തോറ്റു, അതുപോലെ തന്നെ കെമിസ്ട്രിയും തോറ്റു എന്ന് വിചാരിക്കുക, അതുപോലെ തന്നെ +2ൻ്റെ മാത്സ് ആണ് തോറ്റിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു +1ൻ്റെ പബ്ലിക് എക്സാമിനേഷനും അതുപോലെ തന്നെ +2ൻ്റെ പബ്ലിക് എക്സാമിനേഷനും ഏകദേശം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നടക്കുക. അപ്പോൾ അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ +1ൻ്റെ കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ്, അത് +2നാണ് മാത്സ് തോറ്റത് എങ്കിലും മാത്സ് കൂടി രജിസ്ട്രേഷൻ ചെയ്യുക. ഓരോ വിഷയത്തിനും 225 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ +1ൻ്റെ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി +2ൻ്റെ കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് അതുപോലെ തന്നെ മാത്സ് കൂടി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വിഷയത്തിന് 225 രൂപ മാത്രമാണ് നിങ്ങൾ
അടക്കേണ്ടതായിട്ടുള്ളൂ. അതായത് 2 വർഷത്തേക്കുള്ള 225 രൂപയല്ല, ആകെ ഒരു സബ്ജക്റ്റ് നിങ്ങൾ 2 വർഷം എഴുതുന്നുണ്ടെങ്കിൽ, അതായത് ചില വിദ്യാർത്ഥികൾ കെമിസ്ട്രി തന്നെ +1 +2 തോറ്റിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ആകെ 225 രൂപയെ അടക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ 2 വർഷത്തേക്ക് കൂടി ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി +1 സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും +2ൻ്റെ സബ്ജക്റ്റിനും കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. +2ൻ്റെ സബ്ജക്റ്റ് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും +1ൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷ കൂടി ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു 2 വർഷം തോറ്റ സബ്ജക്റ്റുകളും നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷത്തേക്ക് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3 സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 2 സബ്ജക്റ്റ് +1ൻ്റെ തോറ്റിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ് +2ൻ്റെ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 സബ്ജക്റ്റുകളും +1ൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി +2ൻ്റെ പരീക്ഷ കൂടി ഈ ഒരു 3 സബ്ജക്റ്റും രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയുമാണ് നിങ്ങൾ +1ന് തോറ്റതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ നോക്കിയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും പരീക്ഷ എഴുതുക, മാത്സിൻ്റെ പരീക്ഷ എഴുതാതിരിക്കുക. അതുപോലെ തന്നെ +2ൻ്റെ മാത്സിൻ്റെ പരീക്ഷ വരുന്ന സമയത്ത് +2 പരീക്ഷയിൽ മാത്സിൻ്റെ പരീക്ഷ എഴുതുക, അതുപോലെ തന്നെ +2ൻ്റെ ഫിസിക്സ് കെമിസ്ട്രി പരീക്ഷ എഴുതാതിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പിന്നീട് +2 സേ പരീക്ഷയ്ക്ക് ശേഷം കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ വർഷങ്ങളിൽ, അതായത് ഈ ഒരു +1ൻ്റെ ഫിസിക്സ് കെമിസ്ട്രി എഴുതുമ്പോഴും അതുപോലെ +2ൻ്റെ ഫിസിക്സ് കെമിസ്ട്രിയല്ല +2ൻ്റെ മാത്സ് എഴുതുന്ന സമയത്തും നിങ്ങൾ ഏത് വർഷത്തെ സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണോ എഴുതുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ കിട്ടുന്ന മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളുടെ +2ൻ്റെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ +2ൻ്റെ സേ പരീക്ഷയ്ക്ക് ശേഷം തോൽക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്കും +2ൻ്റെ 2026 നടക്കുന്ന, അല്ലെങ്കിൽ +1ൻ്റെയും +2ൻ്റെയും 2026 നടക്കുന്ന പബ്ലിക് എക്സാമിനേഷനിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതേണ്ടതാണ്. രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. കാരണം കൃത്യമായിട്ട് ഡേറ്റ് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു വെബ്സൈറ്റിൽ എവിടെയാണ് സർക്കുലർ വരിക എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഗസ്റ്റിന് ശേഷം കൃത്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ കാരണം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം നഷ്ടമാകുകയും ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നോക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, dhsc.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റാണ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടത്. കാരണം ഇതിൽ നിങ്ങൾക്ക് സർക്കുലർ എപ്പോഴാണ് വരിക, ഓഗസ്റ്റ് മാസത്തിന് ശേഷം എന്നുള്ളത് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ വെറുതെ വർഷങ്ങൾ ഈ ഒരു സേ പരീക്ഷ ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് പബ്ലിക് എക്സാമിനേഷനിൽ ആ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഏകദേശം ഒരു വർഷത്തോളം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.